നമസ്കാരം. യു.ഡി.എഫ് അധികാരത്തിലെത്തി 3 മാസം കഴിഞ്ഞിട്ടും കെ.പി.സി.സി അധ്യക്ഷന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. മന്ത്രിയായിട്ടും നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ് പദവിയിൽ തുടരുന്നത്. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിലവിൽ ആളില്ലാത്ത അവസ്ഥയാണ്. കെ.പി.സി.സി അധ്യക്ഷനില്ലാത്തതിനാൽ യു.ഡി.എഫ് യോഗവും അനിശ്ചിതമായി നീണ്ടിരുന്നു. എന്നാൽ ഈയിടെ യു.ഡി.എഫ് നേതൃയോഗം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ കൂടിയിരുന്നു. കെ.പി.സി.സി തലപ്പത്ത് ആളില്ലാത്ത അവസ്ഥ നീണ്ടുപോകുന്നതിൽ കോൺഗ്രസിൽ അമർഷം ശക്തമാണ്. അധ്യക്ഷനെ നിശ്ചയിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എന്നാൽ ഹൈക്കമാൻഡിന് കെ.പി.സി.സി അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒട്ടും ധൃതിയില്ല. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിനായി കേരളത്തിൽ ചരടുവലികൾ ശക്തമാണ്. ഒട്ടനവധി നേതാക്കൾ പദവിക്ക് മുന്നിലുണ്ട്. ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ സമയമെടുക്കും. അതിനാൽ കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ പോകട്ടെ എന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത്. പ്രവർത്തക സമിതി യോഗത്തിനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ സന്ദർശിച്ചെങ്കിലും കെ.പി.സി.സി അധ്യക്ഷ പദവിയെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നാണ് സൂചന. എന്നാൽ രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കാണുന്നുണ്ടോ? ഈ ചർച്ചയിൽ കെ.പി.സി.സി അധ്യക്ഷന്റെ കാര്യം ഉന്നയിക്കാൻ ഇടയുണ്ട്. ജോസഫ് വാഴക്കൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് വരണം എന്നാണ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 25 ലക്ഷത്തിന്റെ പോസ്റ്റർ അടിച്ച് വച്ചിട്ട് പോലും ജോസഫ് വാഴക്കന് സീറ്റ് ലഭിച്ചിരുന്നില്ല. ഇത് വാർത്തകളിൽ നിറയുകയും ചെയ്തിരുന്നു. ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പ് ലഭിച്ചപ്പോഴാണ് വാഴക്കൻ പോസ്റ്റർ അടിച്ചത്. എന്നാൽ അവസാന നിമിഷം നാട്ടകം സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് മുന്നിലുള്ളതിനാൽ ജോസഫ് വാഴക്കനെ പരിഗണിക്കണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ചെന്നിത്തലയും വാഴക്കന് വേണ്ടി വാദിക്കും. എന്നാൽ ആര് കെ.പി.സി.സി അധ്യക്ഷനാകണം എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മനസ്സ് തുറന്നിട്ടില്ല. സതീശന്റെ അഭിപ്രായം എന്തായാലും ഹൈക്കമാൻഡ് പരിഗണിക്കും. കാരണം മുഖ്യമന്ത്രിയും കെ.പി.സി.സി അധ്യക്ഷനും ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം ഹൈക്കമാൻഡിന് വ്യക്തമായി അറിയാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കെ.പി.സി.സി അധ്യക്ഷനായി വന്നത് വി.എം. സുധീരനായിരുന്നു. വന്നതോടെ അടിയും തുടങ്ങി. കോൺഗ്രസിനും യു.ഡി.എഫിനും തുടർ ഭരണവും നഷ്ടമായി. ഇത് അറിയാവുന്നതുകൊണ്ട് കെ.പി.സി.സി അധ്യക്ഷനെ ആലോചിച്ച് മാത്രമാണ് തീരുമാനിക്കുക. മാത്യു കുഴൽനാടൻ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബഹന്നാൻ, കെ.സി. ജോസഫ്, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി തുടങ്ങി ഒട്ടനവധി നേതാക്കൾ അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിലെ തീരുമാനം അറിഞ്ഞാവും ആരാണ് അധ്യക്ഷനെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുക. പക്ഷേ ആ തീരുമാനം ഉടനടി ഉണ്ടാവുമെന്ന ഒരു സൂചനയുമില്ല. പ്രാഥമിക ചർച്ചകൾക്ക് പോലും തുടക്കമിട്ടിട്ടുമില്ല. എന്തായാലും കെ.പി.സി.സി നേതാക്കൾ കാത്തിരിക്കേണ്ടി വരും.